ഏണ്ട കടത് കണ്ണി കണ്ടത് പെരട്ടിന്ന് പറഞ്ഞിട്ട് ഐ ബി ന്യൂസിനാണ് പറഞ്ഞത്. ഈ പെൻഡിക്കൂഷുകാർ മാത്രമല്ല ചെയ്യണേ. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് മസാഷിങ്. നീ ആയുർവേദത്തിൽ പോയാലും നീ ബിറ്റിട്ട് ഇത് ചെയ്താലും ആ പാസ്റ്റ് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരായാലും ഓവർ സൈഡ് ഓവർ റോട്ടീൻ അതിൽ തന്നെ മോളി കിടക്കും. അത് എറണാകുളം സ്വദേശിയായാലും യുവസാക്ഷിക്കാർക്കെതിരെ പറഞ്ഞവനായാലും ശരി, മാർട്ടിൻ എന്ന് പറഞ്ഞ ആള് ആയാലും ശരി, അങ്ങോട്ട് ആളുടെ നോക്കിയാൽ ഇവിടെ അത് യുവസാക്ഷി പ്ലാസ്റ്റ് അടിച്ചവനും ശരി. ഇതൊക്കെ ഞാനറിയായ വേറൊരു തരത്തിൽ വേറെ ചില കാര്യങ്ങൾ ബ്ലോഗ് വഴി അറിയുന്നതാണ്, ന്യൂസ് വഴി. ആര് പറഞ്ഞാലും ശരി, കണ്ണിയായിട്ട് പിറ്റിട്ട് പെൻഡിക്കോസ്റ്റ് പാസ്റ്റർമാരെയും വിശുദ്ധി അണിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ സ്വയം ധരിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധാമം ശ്രമിക്കുന്ന ആൾക്കാരും നാശകരുത്. സൂക്ഷിക്കുക വർത്താനം പറയുമ്പോൾ ഇതിനെതിരെയൊന്നും പോലീസും പട്ടാളവും ഒന്നും ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ ഈ നേരത്തെ ഇൻഫോം ചെയ്യുന്ന മറ്റു പല വഴികളുണ്ടല്ലോ. വിസാറ്റ് ഉള്ളവരെയും കണ്ണിയുടെ എയർപോർട്ട് ഇവിടെ പിടിക്കാത്തവരെയും കള്ളക്കടത്ത് തിരുവനന്തപുരം എയർപോർട്ടിൽ നടക്കാത്ത ഒരു കറുത്ത മനുഷ്യന് ട്രക്കിൽ ഷൂട്ട് ചെയ്യുക ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കൊണ്ടു കണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ രാജ്യം നന്നാക്കാനും മറ്റു പല ആളുകളും ചെയ്യേണ്ടതുണ്ട്. അല്ലാണ്ട് യുവസാക്ഷിക്കാരെ പള്ളിയുടെ ആശി ചെയ്ത് അവിടെ എനിക്ക് സെനാലിറ്റി പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ അടിച്ച് ആവർത്തിച്ച് ഇമെയിൽ അയച്ച് ഒരു വൃത്തികെട്ട തരത്തിൽ മാനസികവും വരുന്ന തരത്തിൽ സ്ത്രീകളെയും ഭാര്യമാരെയും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള കത്തോലിക്ക സഭയിലുള്ള മറ്റു പല റൈറ്റർമാരെയും പോലീസ് സ്റ്റേഷനകത്തുള്ള ഹിന്ദു നായർമാരെയും അല്ലെങ്കിൽ വോട്ടർ അല്ലാത്ത നായന്മാരെയും ആരെയും ഇത് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. എൻ്റെ പ്രശ്നങ്ങളും അറസ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള നേരത്തെ ഇൻഫോം ചെയ്തിട്ടുള്ള യുവാക്ഷികൾ ടാക്സ് അടയ്ക്കേണ്ടി നോക്കിയാൽ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇൻഫോം ചെയ്യുന്ന ജനസംഖ്യ കുറയും. സംഗതി പൊളിച്ചാൽ വിശ്വസിക്കും. അതല്ല പ്രശ്നം. അത്രയും ജനങ്ങൾക്ക് എന്ത് സബ്സിഡി കൊടുക്കും? ഈ കള്ള് വ്യവസായം നടത്തി ജനങ്ങളെ നേറ്റീവായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്ന തരത്തിൽ യുവസാക്ഷിക്കാരെയും പെൻഡിക്കോസ്റ്റുകാരെയും മറ്റു പല മർത്തോമായ യാക്കോബ യുവസാക്ഷിക്കാരെ പോലത്തെ മറ്റു പല ആൾക്കാരെയും കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബിറ്റിടുന്നത് അതൊരു നോർമൽ തിങ്ങാണ്. ഒരു ഫോണിനും ചെയ്യാൻ പറ്റുമോ? അവിടെ കണ്ടിയുടെ സൗണ്ട് ഉണ്ടാക്കി മലത്തിൽ കിടത്തി തഴുകി അല്ലെങ്കിൽ അടിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള കച്ചവടമൊന്നും ഇനി ന്യൂസിൽ കാര്യമായിട്ട് പ്രമാദമായിട്ട് വരണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ടാണ് F2 ന്യൂസ് ഇടുന്നത്. എന്തായാലും ഒരു പ്രതികരണമാണ് പറയുന്നത്. വാളമറിയാട്ടം സ്വദേശി ആയിരുന്ന ജോർജ് എയ്രൂർ 3 പുസ്തകങ്ങളുണ്ട്. ഉദാഹരണത്തെക്കുറിച്ച് ഇംഗ്ലീഷ് സമുദായത്തിലുണ്ടായിരുന്ന ഉദാഹരണ പെൻഡിക്കോസ്റ്റുകാരെ പോലെ തന്നെ അയാളെക്കുറിച്ച് 20, 30, 25 ആർട്ടിക്കലുണ്ട്. ജോർജിയോ അകമ്പൻ കേരളത്തിലുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇറ്റാലിയൻ പ്രൊഫഷനാണ്. ഒരുപാട് നീഷയെക്കുറിച്ച് വേറെ പെൻഡിക്കോസ്റ്റുകാരൻ തന്നെ നീഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വേറൊരാൾ ജോർജിയോ എല്ലാവർക്കും അറിയാം. അലൻ ബാറ്റ്യു അയാൾ സെൻറ്റ് പോളിനെ കുറിച്ചും വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നതിനെ കുറിച്ചും ബെക്കറ്റിനെ കുറിച്ച് പാടുന്നത് എല്ലാത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിൽ വേറെ ചില അയാൾ തിയോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾ മാത്രമേ ഉള്ളൂ. പണ്ടത് ഗോൾട്ടസിനെ കുറിച്ചാണ് അത്യാധുനിക നാടകവേദി. ഇതിൽ വളരെ പ്രഗംഭമായിട്ടുള്ള പത്രീഷെറു എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടാണ്. അതുകൊണ്ട് ആൾക്ക് വായിക്കുക. ആംസ്റ്റർഡാം ഫ്ലിപ്കാർട്ട് കിട്ടും. കൊണ്ടുവരോട്ട് അയ്യൂർ എന്നുള്ള പേരുണ്ട്. EYERRR ഗൂഗിളിൽ കിട്ടും. വായിക്കുക. അതൊക്കെ വാങ്ങിക്കുക എന്താ ചെയ്യാം. പറയുന്നത് ജോർജ് എയ്രൂർ അവിടെയാണ്. സ്വന്തം രചന കോൾഡസിൻ്റെ പുസ്തകമുണ്ട്. ഭാരതത്തിൻ്റെ പങ്ക്ചത്തെക്കുറിച്ച് കോൾഡസിൽ ഞാൻ ആ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുക. അതുകൊണ്ട് ബിറ്റിടുക, സൗണ്ട് ട്രാക്ക് മാറ്റുക, അതിൽ ചേർക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ. ഇതുകൊണ്ടൊന്നും ആരും ഡിമീനും ബലക്ഷയം വരികയോ അതുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. വരുന്നുമില്ല. എരുമ്പാറ പോപ്പുണ്ടല്ലോ, അദ്ദേഹത്തെ മാറ്റാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വേറെ മറ്റു പലതും ചെയ്യാം. ബെൽജിയത്തിൽ നിന്നാവാം, മറ്റു പല രാജ്യങ്ങളിൽ നിന്നാവാം. അതിനൊക്കെ തന്നെയാണ് ജോർജ് എയ്രൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലാതിരിക്കുന്നതും. എന്ത് വേണമെങ്കിൽ വിശ്വസിക്കാം. കത്തോലിക്ക വെറുപ്പ് മാത്രമല്ലത്. കത്തോലിക്ക മാത്രമല്ല, ഫ്രഞ്ചുകാരുടെയും മറ്റു പല വൃത്തികെട്ട യൂറോപ്യൻ, ജർമ്മൻ, ലൂതർ അങ്ങനെയുള്ള പ്രൊട്ടസ്റ്റന്റും ഒഴികെയുള്ള ബാക്കിയുള്ളവർ ഇറ്റലിക്കാർ കളിയുണ്ട്. മഴ നനഞ്ഞ് നടക്കുന്ന മെലോണിയെ അങ്ങനെയുള്ള ചില ആൾക്കാരുടെ ഒഴിയല്ല അവരെയാണ് ഉദ്ദേശിക്കുന്നത്. വിറ്റാലും ഇരുന്നിട്ട് ജയിലിൽ പോകില്ല എന്ന് പറയും. ഇത് ആഹ്വാനോ ചെയ്യാതോ വിപ്ലവം നടത്താനോ ഒന്നുമില്ല. അത് അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചാൽ മാധ്യമമോ ബ്ലോഗോ എന്താണെന്ന് അറിയാത്ത അവിടെ ചേർത്തി പറയുന്ന ജോർജ് എയ്രൂർ ആംസ്റ്റർഡാം ഫ്ലിപ്കാർട്ട് കിട്ടും. EYERRR ചെക്ക് ചെയ്യും. അവിടെ ചെത്തി